ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞാനിന്നിവിടെ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ലൊരു കടുമാങ്ങ അച്ചാർ. കടുമാങ്ങ അച്ചാർ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഈ അച്ചാറാണെങ്കിൽ നമുക്ക് കുറേ കാലം കേടുകൂടാതെ നിൽക്കും. അപ്പം അങ്ങനെ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ഫ്രഷ് മാങ്ങ കിട്ടി, പുളിയുള്ള. അപ്പം അത് വെച്ച് ഇന്നൊരു അച്ചാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം അച്ചാറുണ്ടാക്കാനായിട്ട് നല്ല പച്ച മാങ്ങ 1 കിലോ ഞാനെടുത്ത് തൊലിയോട് കൂടെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ചീനച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 100 ml നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരട്ടെ. അപ്പം നമുക്ക് ഈ അച്ചാറുണ്ടാക്കാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, അതുപോലെ തന്നെ കടുക് വറുത്ത് പൊടിച്ചത്, കായംപൊടി, ഇതൊക്കെ വേണം കേട്ടോ. ഇതൊക്കെ നമ്മൾ എല്ലാം മുമ്പേ തന്നെ റെഡിയാക്കി വെക്കണം. ഇതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് ഉണ്ടാക്കി കാണിക്കുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു തരാം കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും മുമ്പേ തന്നെ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അച്ചാറുണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എണ്ണ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ ഒന്ന് ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങുമ്പോൾ വേണം നമുക്ക് കടുക് ഇടാനായിട്ട്. അപ്പോൾ ഒന്ന് കളർ മാറി വരട്ടെ. അപ്പോൾ മാങ്ങ ഞാൻ അരിഞ്ഞ് വെക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നിങ്ങൾ 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പം അതിൽ അങ്ങനെ എക്സ്ട്രാ അങ്ങനെ വെള്ളം അങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും മാങ്ങയെന്നൊക്കെ. അത് ആ മാങ്ങയിലത്തെ വെള്ളം നിങ്ങൾ ഈ അച്ചാറുണ്ടാക്കുന്നതിന് മുമ്പ് ഒന്ന് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കണം കേട്ടോ. അതിലത്തെ വെള്ളം ഉലുവയുടെ കളറൊക്കെ മാറിയിട്ടുണ്ടാകും. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി തീരുമ്പോൾ 2 കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർക്കണം. നമ്മുടെ സൈഡിലൊക്കെ കുടം എന്നാണ് പറയുന്നത്. ഇങ്ങനെ വെളുത്തുള്ളി അലികളെല്ലാം കൂടെ ചേർന്ന് ഒന്നിച്ചിരിക്കുന്ന ആ ഒരു ഇതിനെ പറയുന്നത് ഒരു കുടം എന്നാണ് നമ്മൾ പറയുക. നിങ്ങളുടെ സൈഡിലൊക്കെ ഇനിയിപ്പോൾ അതിന് എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പം അത് മീഡിയം സൈസിലുള്ള കുടങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കൂടെ ചെറുതാക്കി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി പച്ചമുളകാണ് വേണ്ടത്. ഞാനിവിടെ 4 പച്ചമുളക് ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനളവ് നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടോളൂ കേട്ടോ. 2 തണ്ട് ഫ്രഷ് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറാവുന്ന വരെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് സ്റ്റൗ സിമ്മിലേക്ക് ആക്കാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാനിവിടെ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറിപ്പോകുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവും എന്നാൽ നല്ല കളറും ആയിരിക്കും. അപ്പോൾ നമ്മുടെ അച്ചാറിന് നല്ല കളറ് കിട്ടും ഈ മുളക് പൊടി ചേർക്കുമ്പോൾ. നോർമൽ മുളക് പൊടിക്കാണെങ്കിൽ അത്യാവശ്യം എരിവും ഉണ്ടാവും, എന്നാൽ കളർ ഇത്തിരി കുറവായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. 2 ഒരേ അളവിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മുളക് പൊടിയും ഈ എണ്ണയിൽ കിടന്നൊന്ന് പൊരിഞ്ഞ് വരട്ടെ. മുളക് പൊടിയൊക്കെയും പെട്ടെന്ന് നല്ല ചൂടായ എണ്ണയിൽ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും. അതുകൊണ്ടാണ് നമ്മൾ തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഈ പൊടികളൊക്കെ ചേർക്കാൻ പറയുന്നത് കേട്ടോ. ഇനി വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. അത് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് അച്ചാറിന് അല്ലേ. ഇനി വേണ്ടത് കടുക് വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കടുക് എടുത്ത് എണ്ണയൊന്നുമില്ലാതെ തന്നെ ചീനച്ചട്ടിയിൽ ഇങ്ങനെ വെറുതെ ഫ്രൈ ചെയ്ത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് തൊട്ട് നോക്കി അറിയാൻ പറ്റും ചൂടായോ എന്നുള്ളത്. നന്നായി ഒന്ന് ചൂടാകുമ്പോൾ കടുക് ചൂടാകുമ്പോൾ അതെടുത്ത് തീയൊക്കെ ഓഫ് ചെയ്ത് പിന്നെ ചൂടാറുമ്പോൾ നിങ്ങളതൊന്ന് പൊടിച്ചെടുത്ത് ചേർത്താൽ മതി. അങ്ങനെ 1 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. നന്നായി ഇളക്കി ഈ പൊടികളെല്ലാവരും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ മാങ്ങയിലത്തെ വെള്ളമില്ലേ, എക്സ്ട്രാ ഉണ്ടായിരുന്ന വെള്ളം, അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി തീ നന്നായി ഒന്ന് കൂട്ടി വെച്ചോളൂ. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായി തിളപ്പിക്കാം. നല്ല തിള വന്നു കഴിഞ്ഞാൽ സ്റ്റൗ സിമ്മിലിട്ട് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങളിതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നേക്കല്ലേ കേട്ടോ. ഉപ്പൊക്കെ ഇച്ചിരി മുന്നിട്ട് നിൽക്കണം, കാരണം മാങ്ങയിലൊക്കെ ഇനി ഉപ്പ് പിടിക്കും. ഇത് ഇരിക്കും തോറും മാങ്ങയിലൊക്കെ ഉപ്പ് പിടിച്ചോളും. പിന്നെ അച്ചാറൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ ഇച്ചിരി ഉപ്പുള്ളതാണല്ലേ അച്ചാറൊക്കെ. അതുപോലെ തന്നെ ഇളക്കി മാങ്ങ വെന്ത് പോകരുത് കേട്ടോ. 5 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കിയാൽ മതിയാവും. അതിനാണ് നമ്മൾ സ്റ്റൗ സിമ്മിലിടാൻ പറഞ്ഞത്. ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി മണി കേട്ടോ. എന്താണെന്ന് മനസ്സിലായോ? 1 ടീസ്പൂൺ പഞ്ചസാര. നന്നായി ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്തോളൂ.
അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല കേട്ടോ. സ്റ്റാർ ഫാമിലിയുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ ലിഡിയ സാജൻ ഫ്രം സ്റ്റാർ ഫാമിലി. താങ്ക് യു.